നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വളരെ അധികം ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലായിരിക്കും ഗൂഗിൾ മാപ്പിൽ സെറ്റിംഗ്സ് ഉണ്ടാകുക. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ തന്നെ ആയിരിക്കും പല മൊബൈലിലും ഉണ്ടാകുക. ഇവിടെ ഹോം ആൻഡ് വർക്ക് അഡ്രസ് എന്ന് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈലിൽ അത് കാണുന്നില്ല. ഇവിടെ ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ മൊബൈലിലുള്ളത്, ഹോം ആൻഡ് വർക്ക് അഡ്രസ്സസ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഹോം അതുപോലെ തന്നെ വർക്ക്. ഹോം ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതേ ഓപ്ഷൻ ചില മൊബൈലിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യു എന്ന ഭാഗത്തായിരിക്കും ഉണ്ടാകുക. ഞാനിപ്പോൾ യു എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോം അതുപോലെ തന്നെ വർക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഹോം എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കാണാൻ സാധിക്കും. കൃത്യമായിട്ടുള്ള ആ ഒരു ലാൻഡ് മാർക്ക് തന്നെ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഗൂഗിൾ മാപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഡൺ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഗൂഗിൾ മാപ്പിൽ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ആരെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലില്ലെങ്കിലും നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ഇവിടെ യു എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഹോം എന്ന ഭാഗത്ത് 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വാട്സാപ്പിലോ മറ്റോ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ വാട്സാപ്പിൽ ഒരു സുഹൃത്തിന് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ അയച്ചു കൊടുത്ത ആ ഒരു ലൊക്കേഷനിലേക്ക് അവർക്ക് ഈസി ആയിട്ട് ഗൂഗിൾ മാപ്പ് വഴി എത്തിച്ചേരാൻ സാധിക്കും. ഡയറക്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ റൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു ലൊക്കേഷനിൽ തന്നെ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ യു എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ഹോം എന്ന ഭാഗത്ത് 3 ഡോട്ട്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഐക്കൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ ഇതിൽ നിന്നും റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. ഉടനെ തന്നെ ആ ഒരു ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നിന്നും റിമൂവ് ആകുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോകത്തെവിടെയാണെങ്കിലും നമ്മുടെ വീടിൻ്റെ കറണ്ട് ലൊക്കേഷനൊക്കെ ഈ രൂപത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സുഹൃത്തുക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പല ആളുകൾക്കും ഇങ്ങനെയുള്ള സെറ്റിങ്സ് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിലൊക്കെ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒന്ന് സെറ്റ് ചെയ്തിടുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.